പ്യുവർ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് വീണ്ടും എത്ര കാര്യം പഠിക്കാനുണ്ട്? 6 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കേട്ടതാണ് 6 കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇവിടെയും നമ്മൾ 6 കാര്യങ്ങളെ പറ്റി കേൾക്കാനുണ്ട്. സോ ഒന്നാമത്തെ കാര്യം സർക്യൂട്ട് ഡയഗ്രാം ആണ്. സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണേ? ഒരു കപ്പാസിറ്റർ ഉണ്ടാ മക്കളെ. ഈ കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യാണ്? എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാണ്. കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? V which is equal to V0 sin omega t എന്ന വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തു. സോ വോൾട്ടേജ് ഇക്വേഷൻ പറഞ്ഞേ, നിങ്ങൾ പറയുക സിമ്പിൾ V which is equal to V0 sin omega t. ഇതാണ് വോൾട്ടേജിന്റെ ഇക്വേഷൻ. സോ വോൾട്ടേജ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ആര് കറണ്ട് വലിച്ചെടുക്കും? സർക്യൂട്ട് കറണ്ടിനെ വലിച്ചെടുക്കുമടാ. സോ സർക്യൂട്ട് കറണ്ടിനെ വലിച്ചെടുക്കും. നമ്മൾ കപ്പാസിറ്ററിനോട് ചോദിക്കും, കപ്പാസിറ്ററെ നീ എത്ര കറണ്ടാണ് വലിച്ചെടുത്തത്? ചെയ്യണോ? സോ കപ്പാസിറ്റർ ആണ് ആരെ വലിച്ചെടുക്കുന്നത്? കറണ്ടിനെ വലിച്ചെടുക്കുന്നത്. സോ നമ്മൾ കപ്പാസിറ്ററിനോട് ചോദിക്കും, നീ എത്ര കറണ്ടാണ് വലിച്ചെടുത്തത്? സോ കപ്പാസിറ്റർ പറയും, നീ എനിക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q which is equal to CV. കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? Q which is equal to CV ആണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൽ ഈ കാര്യം പഠിച്ചതാണ്. അപ്പോൾ Q which is equal to C into V ആണ്. നമുക്ക് DQ, ഇവിടെ നമ്മൾ DQ എടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്ത് കിട്ടും? DV എന്ന് കിട്ടും. സോ നമുക്ക് DQ ഡിവൈഡ് ബൈ DT ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് ആണ്. സോ കറണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെയാണെങ്കിൽ ഞാൻ DT കൊണ്ടാണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? DT കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? ഇത് കറണ്ട് ആണ്. സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു C ഇൻറ്റു DV ഡിവൈഡ് ബൈ DT. നമുക്ക് ആര് കിട്ടി? കറണ്ടിനെ കിട്ടി. ഇനി ശ്രദ്ധിക്കണം, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. DV എന്താണ്? വോൾട്ടേജ് വേരി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? കപ്പാസിറ്ററിലൂടെ കറണ്ട് കടന്നു പോകും. സോ വോൾട്ടേജ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ആദ്യമേ പോസിറ്റീവ് പൊളാരിറ്റി കൊടുക്കും. വോൾട്ടേജ് എന്ത് ചെയ്യും മക്കളെ? ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി കൊടുക്കും. ഇവിടെ എന്ത് കിട്ടും? നെഗറ്റീവ് പൊളാരിറ്റി. അത് കഴിഞ്ഞ് അടുത്ത നിമിഷം ചേഞ്ച് ചെയ്യും. AC ആണ്. വോൾട്ടേജ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആദ്യം പോസിറ്റീവ് വോൾട്ടേജ്, അതിനുശേഷം നെഗറ്റീവ് വോൾട്ടേജ്, പിന്നീടും പോസിറ്റീവ് വോൾട്ടേജ്. അതായത് ആദ്യം ഇവിടെ പോസിറ്റീവ് ചാർജ്, അടുത്ത നിമിഷം ഇവിടെ നെഗറ്റീവ് ചാർജ് വരണം. അപ്പോൾ നിങ്ങൾ ഈ പോസിറ്റീവ് ചാർജ് ചോദിക്കും, ഞങ്ങൾ എവിടെ പോകണം? സോ ഞങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു, പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുമായിരുന്നു. അടുത്ത നിമിഷം എന്ത് ചെയ്യണം? ഇവിടെ നെഗറ്റീവ് ചാർജ് ആവണം. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ചെയ്യേണ്ടതുണ്ട്. സോ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യണം? കറണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യും. ചാർജ് എന്ത് ചെയ്യും മക്കളെ? ഡിസ്ചാർജ് ചെയ്യും. സോ കണ്ടിന്യൂസ് ചാർജിങ്. നമുക്ക് ഇവിടെ ആണെങ്കിൽ വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം മാറുന്നതനുസരിച്ച് വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇവിടെ കറണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? കപ്പാസിറ്ററിൽ ഒരു കറണ്ട് ഉണ്ടാവും. സോ കപ്പാസിറ്ററിൻ്റെ ഇടയിൽ എന്തുണ്ടാവും മക്കളെ? ഒരു കറണ്ട് ഉണ്ടാവും. അതായത് കപ്പാസിറ്റർ ആരെ കണ്ടക്ട് ചെയ്യും? കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. ആരും നോക്കാതെ വോൾട്ടേജ് വരുന്ന മുന്നേ എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്യും? നമ്മുടെ കറണ്ടിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. കാര്യം എന്താണ്? ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് വോൾട്ട്, ഇനിയാണെങ്കിൽ അടുത്ത നെഗറ്റീവ് വോൾട്ട്. സോ ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് വോൾട്ട് വന്നു, അടുത്ത എന്ത് വരണം? നെഗറ്റീവ് വോൾട്ട് വരണം. സോ നെഗറ്റീവ് വോൾട്ട് വരണമെങ്കിൽ ഈ ചാർജ് എന്ത് ചെയ്യണം? നേരത്തെ ഡിസ്ചാർജ് ചെയ്യണം. എന്തെങ്കിലും ഇവിടെ നെഗറ്റീവ് വോൾട്ട് വരികയുള്ളൂ. സോ വോൾട്ടേജിനെ കാത്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കുന്ന ചാർജിന് അറിയാം അടുത്ത പോസിറ്റീവ് ആണ്, അടുത്ത ഇനി ആരാ വരാൻ പോണേ? നെഗറ്റീവ് ആണ്. സോ ഓൾറെഡി എന്ത് ചെയ്യും? ചാർജ് ഡിസ്ചാർജ് ചെയ്യും. സോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരുന്നതിന് മുന്നേ എന്ത് ചെയ്യും? ചാർജുകൾ ഡിസ്ചാർജ് ചെയ്യും. അതായത് വോൾട്ടേജിന് മുന്നേ കറണ്ട് എന്ത് ചെയ്യും? ഒരു പാത്ത് ഉണ്ടാക്കി കൊടുക്കും. വന്ന് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കും, ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായോ? സോ നോക്കട്ടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ചാർജിങ് ഡിസ്ചാർജിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ കണ്ടിന്യൂസ് ചാർജിങ് കണ്ടോ? ഇവിടെ പോസിറ്റീവ് ചാർജിങ് ആണെങ്കിൽ അടുത്ത നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ പോസിറ്റീവ് ഇരിക്കുകയാണ്, പോസിറ്റീവ് സൈക്കിൾ വന്നു, പോസിറ്റീവ് എത്തി. അടുത്ത ആരാ വരേണ്ടത്? നെഗറ്റീവ് ആണ് ഇവിടെ വരേണ്ടത്. സോ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അവിടെ അനങ്ങാതിരിക്കുകയാണ്, ഇവിടെ നെഗറ്റീവ് വരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. കറണ്ടായിട്ട് എന്ത് ചെയ്യും മക്കളെ? ഡിസ്ചാർജ് ചെയ്യും. അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കും. ആ സ്പേസിൽ ആര് വന്നിരിക്കും? നെഗറ്റീവ് ചാർജ്. അടുത്ത വീണ്ടും ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അടുത്ത എന്താണ്? പോസിറ്റീവ് ചാർജ്. സോ വോൾട്ടേജിന് മുന്നേ കറണ്ട് സഞ്ചരിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അവിടെ അങ്ങനെയെങ്കിലും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇവിടെയാണെങ്കിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയത്തുള്ളൂ. സോ ഇത് ചുമ്മാ ഇങ്ങനെ വിചാരിച്ചത് കസേരയാണെന്ന് കരുതിക്കും. നിങ്ങൾ ഇങ്ങനെ മനസ്സിലായി, ഇത് കസേരയാണ്, ഇതൊരു കസേരയാണ്. ഈ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന ആരാണ്? പോസിറ്റീവ് ചാർജ് ആണ്. മനസ്സിലായോ? ഇനി വരാൻ പോകുന്ന ആരാണ്? നെഗറ്റീവ് ചാർജ് വരാൻ പോവുകയാണ്. അവർ ഓടി വരികയാണ്, നെഗറ്റീവ് ചാർജ് വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. സോ ആര് മാറിക്കൊടുക്കണം? പോസിറ്റീവ് ചാർജ് മാറിക്കൊടുത്താലേ അവിടെ ആര് വന്നിരിക്കാൻ കഴിയത്തുള്ളൂ? കറണ്ടിന് വന്നിരിക്കാൻ, നെഗറ്റീവ് ചാർജിന് വന്നിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഈ
നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരുന്നതിന് മുന്നേ ഇവിടെ എന്തുണ്ടാക്കണം? ഇവിടെ കറണ്ട് ചാർജ് എന്ത് ചെയ്യണം? ഒഴുകണം. അപ്പോൾ ആരാണ് മുന്നേ സഞ്ചരിക്കുന്നത്? കറണ്ട് മുന്നേ സഞ്ചരിക്കും. ഇപ്പോൾ കപ്പാസിറ്ററിൽ ശ്രദ്ധിച്ചോണം, കറണ്ട് മുന്നേ സഞ്ചരിക്കും, വോൾട്ടേജ് പിന്നിലായിരിക്കും. അതിന് കാര്യം എന്താണ്? ഒരു സ്പേസ് ഉണ്ടായി കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് ചാർജിങ് ഡിസ്ചാർജ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇവിടെ ചാർജിന് വന്നിരിക്കുകയാണ്, എന്ത് ചെയ്യണം? ഒരു സ്പേസ് വേണം. ആ സ്പേസ് ഉണ്ടാവണമെങ്കിൽ ആ കറണ്ട് നേരത്തെ ചാടി പുറത്ത് പോകണം. കാര്യം മനസ്സിലായ മക്കളെ? സോ ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ചാർജിങ് ഡിസ്ചാർജിന്റെ ഫലമായിട്ട് ഇവിടെ ആരായിരിക്കും മുന്നേ പോണത്? കപ്പാസിറ്ററിൽ ആര് മുന്നേ പോകും? കറണ്ട് മുന്നേ പോകും, വോൾട്ടേജ് പിന്നിലായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ കപ്പാസിറ്ററിന്റെ കേസിലാണെങ്കിൽ പറഞ്ഞേ, വോൾട്ടേജ് പിന്നിലാണ്, കറണ്ട് മുന്നേയാണ്. മനസ്സിലാവുന്നുണ്ടോ? കറണ്ട് മുന്നേയാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേടാം, I which is equal to C into ഈ ഡി വി, ഡി അതുപോലെ എഴുതി, വിക്ക് പകരം എന്ത് പറയാം? വിക്ക് പകരം നമുക്ക് ഇത്രയും പറഞ്ഞുകൂടെ? വിക്ക് പകരം പറയാം V0 sin ഒമേഗ ടി ഡിവൈഡ് ബൈ, ഇനി ആരുണ്ട് മക്കളെ? ഡിവൈഡ് ബൈ ഡി ടി. ഡിവൈഡ് ബൈ ഡി ടി. ഓക്കെ, ഇങ്ങോട്ട് നോക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കാണെങ്കിൽ കോൺസ്റ്റന്റ് വെളിയിൽ കൊണ്ടുവരാം. സി ഇൻറ്റു V0 കോൺസ്റ്റന്റ് ആണ്, അതിനെ നമ്മൾ വെളിയിൽ കൊണ്ടുവന്നു. ഇനി ആരുണ്ട്? ഡിഫറൻഷ്യൽ ചെയ്യണം. ആരാണ് ഡിഫറൻഷ്യറ്റ് ചെയ്യേണ്ടത്? സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിവൈഡ് ബൈ ആര് കൊണ്ടിട്ടാണ്? ഡി ടി വെച്ചിട്ട്. സോ നമുക്കറിയാം ഇവിടെയാണെങ്കിൽ ടി ഉണ്ട്, ഇവിടെ ആരാ എക്സ്ട്രാ കിടക്കുന്നേ? ഒമേഗ എക്സ്ട്രാ കിടപ്പുണ്ട്. നേരത്തെ ഒമേഗ എക്സ്ട്രാ കിടന്നെയാണ്, പക്ഷെ അവിടെ ഇന്റഗ്രേഷൻ ആയിരുന്നു. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച വീഡിയോയിലാണെങ്കിൽ അവിടെ എന്തായിരുന്നു? അവിടെ ഇന്റഗ്രേഷൻ ആയിരുന്നു, പക്ഷെ ഇവിടെ ഡിഫറൻസിയേഷൻ ആണ്. അവിടെ ഞാൻ പറഞ്ഞായിരുന്നു, ഡിഫറൻസിയേഷൻ ആണ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്റഗ്രേഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുമായിരുന്നു. ഇപ്പൊ എക്സ്ട്രാ കിടക്കുന്ന ഈ ടേമിനെ, ഇവിടെ ടി ആണെങ്കിൽ ഇവിടെയും ടി എ ഉണ്ടാവാൻ പാടുള്ളൂ, പക്ഷെ ഇവിടെ ആരുണ്ട്? ഒമേഗ ടി കിടപ്പുണ്ട്. സോ ഈ ഒമേഗ കൊണ്ട് എന്ത് ചെയ്യണം മക്കളെ? ഡിഫറൻസിയേഷൻ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരുമടാ? വിച്ച് ഈസ് ഈക്വൽ ടു സി ഒമേഗ V0 എന്ന് വരും. ഇനി നമുക്ക് സൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? കോസ് എന്ന് കിട്ടും. കോസ് ഒമേഗ ടി. സോ നമുക്ക് ആരെ കിട്ടി? കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു സി ഒമേഗ V0 കോസ് ഒമേഗ ടി. ഇനി ഞങ്ങൾ ചോദിക്കുകയാണ്, ചോദിക്കുകയാണ്, നമുക്കാണെങ്കിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയുമോ? ഇല്ല. സോ I which is equal to C omega V0, ഈ കോസിനെ എന്തിൻ്റെ ഭാഷയിലേക്ക് മാറ്റണം? സൈൻ്റെ ഭാഷയിലേക്ക് മാറ്റണം. ഞാൻ പറഞ്ഞു, കോസിനെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കാണെങ്കിൽ π/2 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ π/2 സബ്ട്രാക്ട് ചെയ്യാം. ആ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്ത് കിട്ടാനായിട്ട്? സൈൻ കിട്ടാനായിട്ട്. സോ ഇവിടെ സൈൻ കിട്ടണമെങ്കിൽ ഒന്നുകിൽ π/2 പ്ലസ് ഒമേഗ ടി, അല്ലെങ്കിൽ സൈൻ π/2 മൈനസ് ഒമേഗ ടി. സോ എന്തുണ്ട്? അവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇവിടെ പ്ലസിന്റെ ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്, മൈനസിന്റെ ഓപ്ഷൻ മുന്നിലുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യണം ഇഷ്ടമുള്ള ഈ കോസിന് നിങ്ങൾ ഏത് രീതിയിലാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മക്കളെ, നിങ്ങളെ ചിന്തിക്കുക, ഇവിടെ ആര് മുന്നേ പോകും എന്ന് ആലോചിക്കുക. ആരാ മുന്നേ പോകുന്നേ? നിങ്ങൾ പറയും, സാർ ഇവിടെയാണെങ്കിൽ കറണ്ട് ആണ് മുന്നേ പോണത്. വോൾട്ടേജ് വരുന്നതിന് മുന്നേ കറണ്ട് എന്ത് ചെയ്യും? ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. കറണ്ട് എന്ത് ചെയ്യും? മുന്നേ സഞ്ചരിക്കും. സോ കറണ്ട് മുന്നേ സഞ്ചരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, കറണ്ട് മുന്നേ സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷനാണ് ചൂസ് ചെയ്യുന്നത്? നിങ്ങൾ പറയും, സാർ ആ ഫേസ് കൂടുതലാണ്, കറണ്ടിന് എന്തായിരിക്കണം? ഒമേഗ ടിക്ക് കൂടുതലായിരിക്കണം ആംഗിൾ. ശരിയാണോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സൈൻ ഒമേഗ ടി പ്ലസ് π/2 ഞങ്ങൾ ചൂസ് ചെയ്യും. ശരിയാണോ? ഇത് ചൂസ് ചെയ്യും. സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് വേണം, നല്ല കറണ്ട് കിട്ടത്തുള്ളൂ. ശരിയല്ലയോ? സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് വേണം. അത് ഡിവൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. ഇവനെ നമുക്ക് താഴെ കൊണ്ടുപോകാം. I which is equal to V0 sin ഒമേഗ ടി പ്ലസ് π/2. ഇനിയാണെങ്കിൽ നമ്മൾ ഇതിനെ ഇത്രയും ഭാഗത്തിന് എന്ത് ചെയ്യാൻ പോവുകയാണ്? താഴെ കൊണ്ടുവരാൻ പോവുകയാണ്. 1 ഡിവൈഡ് ബൈ സി ഒമേഗ. ഓക്കെ ആണോ? ഇത് മുകളിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഇതുപോലെ കിട്ടത്തില്ലേ മക്കളെ? കിട്ടും. കിട്ടത്തില്ലടാ? മുകളിൽ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ കിട്ടും. സോ അങ്ങനെയെങ്കിൽ പറഞ്ഞേ, I which is equal to V0 ഡിവൈഡ് ബൈ എന്തായിരിക്കണം? റെസിസ്റ്റൻസ് ആയിരിക്കണം. എന്തായിരിക്കണം? ഇത്രയും ഭാഗം എന്താണ്? റെസിസ്റ്റൻസ്.
കാര്യം കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ എന്തെന്നേ പറയാൻ പാടുള്ളൂ, റെസിസ്റ്റൻസ് എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇതെന്താണ്, ആക്ച്വലി റെസിസ്റ്റൻസ് ഓഫ് കപ്പാസിറ്റർ ആണ് ഇൻ എ സി സർക്യൂട്ട്. സോ എ സി സർക്യൂട്ടില് റെസിസ്റ്റൻസ് ആണ്, കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. നമ്മൾ അതിന്റെ ചെല്ല പേര് എന്ത് വിളിക്കും, എക്സ് സി എന്ന് വിളിക്കും. സോ ഇനി ബാക്കി ആരുണ്ടടാ, സൈൻ ഉണ്ട്, ഒമേഗ ടി പ്ലസ് π/2. ഓക്കെ ആണോ? ശരി, നോക്ക്, വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്താണ് മക്കളെ, കറണ്ട് ആണ്. സോ ഐ വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ടും കറണ്ട് കിട്ടും. ശരിയാണോ? എന്താണിത്, കറണ്ട്. മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്താണ്, മാക്സിമം കറണ്ട് ആണ്. I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് കിട്ടും. മക്കളെ മനസ്സിലായോടാ? കറണ്ട് ഇക്വേഷൻ മനസ്സിലായോ? ഡെറിവേഷൻ സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. ലോജിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്തത്. ആ കാര്യം മനസ്സിലാക്കണം. നമുക്ക് ലോജിക് ഉണ്ടായിരുന്നു, വെറുതെ അങ്ങ് മാറ്റിയതല്ല, ഒരു ലോജിക് ഉണ്ടായിരുന്നു. നമുക്കറിയാം കറണ്ട് മുന്നെയാണ് പോണത്, കണ്ടിന്യൂസ് ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നതിന്റെ ഫലമായിട്ട് കറണ്ട് മുന്നെയാണ് പോണത് നമുക്കറിയാം. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നത്. ഓക്കെ, ശരി. സോ നമുക്ക് എന്തെല്ലാം പഠിച്ചു ഇതിനകത്ത്, വോൾട്ടേജ് ഇക്വേഷൻ പഠിച്ചു, പ്യുവർ കപ്പാസിറ്റി സർക്കിൾ എന്തൊക്കെ പഠിച്ചു മക്കളെ, പ്യുവർ കപ്പാസിറ്റി സർക്കിൾ എന്തൊക്കെ പഠിച്ചു, വോൾട്ടേജ് ഇക്വേഷൻ, ഒന്ന് വോൾട്ടേജ് ഇക്വേഷൻ, ഒന്ന് വോൾട്ടേജ് എന്തായിരുന്നു, വി വിച്ച് ഈസ് ഈക്വൽ ടു കൊടുത്ത വോൾട്ടേജ് എന്താണ്, V0 സൈൻ ഒമേഗ ടി. കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു, എത്രയാണ്, I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണെന്ന് മനസ്സിലായി നമുക്ക്. കറണ്ട് മുന്നേ സഞ്ചരിക്കുകയാണ്. കാരണം എന്താണ്, കണ്ടിന്യൂസ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിന്റെ ഫലമായിട്ട് വോൾട്ടേജ് വരുന്നതിന് മുന്നേ കറണ്ട് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഇനിയാണെങ്കിൽ അടുത്ത എന്താണ്, നമ്മളുടെ റെസിസ്റ്റൻസ് എന്തായിരുന്നു, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്, എക്സി എന്ന് വിളിക്കും. എക്സി വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സി ഒമേഗയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സി ഇൻറ്റു ഒമേഗ. എത്രയാണ് മക്കളെ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ആര് കുറയുകയാണ്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ടൻസ് എന്താണ്, കുറയുകയാണ്, റെസിസ്റ്റൻസ് കുറയുകയാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, കപ്പാസിറ്റർ, ഇത് കപ്പാസിറ്റർ ആണ്, എ സി കൊടുക്കുകയാണ്, ഇതൊരു ബൾബാണ്. ഞാൻ 100 വോൾട്ട് 20 ഹെർട്സ് കൊടുത്തു. പിന്നീട് ഞാൻ സെയിം ബൾബിലേക്ക് ഞാൻ ഒരു വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ കൊടുത്തു, മറ്റൊരു വോൾട്ടേജ് സോഴ്സ് ആണ് 100 വോൾട്ട് തന്നെയാണ്, പക്ഷേ ആണെങ്കിൽ 50 ഹെർട്സ് ആണ്. പറഞ്ഞേ, ഏത് വോൾട്ടേജ് സോഴ്സ് കണ്ടു ചെയ്യുമ്പോഴായിരിക്കും ബൾബിന്റെ പ്രകാശം കൂടുതൽ, ഫസ്റ്റ് സോഴ്സിലാണോ സെക്കൻഡ് സോഴ്സിലാണോ? നിങ്ങൾ പറയും സാർ, ഇവിടെയാണെങ്കിൽ ഫ്രീക്വൻസി എന്താണ്, കുറവാണ്. സോ ഫ്രീക്വൻസി കുറവാണെങ്കിൽ ആര് കൂടുതലായിരിക്കും, എക്സി കൂടുതലായിരിക്കും. സോ ഫ്രീക്വൻസി കുറവാണെങ്കിൽ പറഞ്ഞേ, ഫ്രീക്വൻസി കുറവാണെങ്കിൽ എക്സി എന്തായിരിക്കും മക്കളെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കുറച്ച് കറണ്ട് മാത്രമേ ഒഴുകി പോവുകയുള്ളൂ. കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും, ഒഴുകിപ്പോകുന്ന കറണ്ട് വാല്യൂ കുറവായിരിക്കും. ഇതിലൂടെ കുറച്ച് കറണ്ട് മാത്രമേ ഒഴുകി പോകാൻ കഴിയുള്ളൂ. അതിന്റെ ഫലമായിട്ട് ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ഇനിയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കൂടുതലാണെങ്കിലോടാ, ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ എക്സിന്റെ വാല്യൂ കുറവായിരിക്കും. എക്സി റെസിസ്റ്റൻസ് കുറവാണ്, കൂടുതൽ കറണ്ട് ഒഴുകിപ്പോകാൻ കഴിയും, കറണ്ട് കൂടുതൽ ഒഴുകിപ്പോകും. അതിന്റെ ഫലമായിട്ട് നല്ല ബ്രൈറ്റ്നസ് കിട്ടും. സോ ആര് കൂടുന്നതനുസരിച്ച്, ആ കപ്പാസിറ്ററിന്റെ കേസിലാണെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ആര് കൂടുതലായിരിക്കും മക്കളെ, ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ ആണെങ്കിൽ ഡി സിയിലാണെങ്കിലോടാ മക്കളെ, ഡി സിയിലാണ്. when an voltage applied to a capacitor, നോക്ക്, when voltage applied to capacitor, the AC voltage ആണെങ്കിൽ കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AC ആണ് കൊടുക്കുന്നത് വിചാരിച്ചു. AC കൊടുക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും, ഡിസ്ചാർജും ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ. when the voltage changes, വോൾട്ടേജ് ചേഞ്ച് ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ആ കറണ്ട് ഫ്ലോ ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ് ആര് വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത്. സോ
കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്ന എങ്ങനെ, കപ്പാസിറ്റിന്റെ അകത്തൂടെ എങ്ങനെയാണ് കറണ്ട് കടന്നു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം കപ്പാസിറ്റിന്റെ അകത്ത് എന്താണ്, എയർ ആണ്, എയറിലൂടെയും കറണ്ട് കടന്നു പോകും. കപ്പാസിറ്റിന്റെ അകത്ത് എന്താണ്, 2 പ്ലേറ്റ് ആണ്, അതിനിടയിൽ എയർ ആണ് അല്ലേ. ആ എയറിന്റെ അകത്തൂടെയും കറണ്ട് കടന്നു പോകണമെങ്കിൽ, ഇങ്ങനെ കറണ്ട് കടന്നു പോകണമെങ്കിൽ എങ്ങനെ പോകും, എങ്ങനെ കറണ്ട് പോണത്, എങ്ങനെ പോണേ? എ സി വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചാർജ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. സോ കണ്ടിന്യൂസ് ചാർജിങ്ങിന്റെ ഡിസ്ചാർജിന്റെ ഫലമായിട്ടാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെയാണെങ്കിൽ കറണ്ടിന് പോയേ പറ്റുകയുള്ളൂ. കാര്യം ആദ്യം പോസിറ്റീവാണ്, പിന്നീട് എന്താണ്, നെഗറ്റീവ് ആവാൻ പോവുകയാണ്. സോ ഇവിടെ സ്ഥലം കൊടുക്കേണ്ടി വരും. ശരിയാണോ? ആ സ്ഥലം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യണം മക്കളെ, ഡിസ്ചാർജ് ചെയ്യണം. കണ്ടോ, ഈ പ്ലേറ്റിന്റെ അകത്തൂടെ മിന്നല് പോലെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കും. ഇത്തരം കറണ്ടിനെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കും, അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഈ വാക്ക് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. നമ്മൾ ഇതിനെ പറ്റിയാണെങ്കിൽ വിശദമായിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ പഠിക്കും. അപ്പം എയറിലൂടെ എന്ത് ചെയ്യാം, കറണ്ടിന് പോകാം. പക്ഷേ ആണെങ്കിൽ ഇവിടെ വോൾട്ടേജിന് സഹായം വേണോ? ഇല്ല. വോൾട്ടേജ് വരുന്നതിന് മുന്നേ ആര് സഞ്ചരിക്കും, കറണ്ട് സഞ്ചരിക്കും. ഇനി നമുക്ക് ഇവിടെയാണെങ്കിൽ കപ്പാസിറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാൻ പോവുകയാണ്, ഈ എ സിക്ക് പകരം നമ്മൾ ഡി സി കൊടുക്കാൻ പോവുകയാണ്. സോ ഞാൻ ഡി സി ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു രീതിയിലേ ചാർജ് ചെയ്യാൻ കഴിയുള്ളൂ. ശരിയാണോ? കണ്ടിന്യൂസ് ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുമോ? ഇല്ല. ഡി സി ആണ് കൊടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഇവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ്, ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ ഇവിടെ പോസിറ്റീവ് വരാം, ഇത് തിരിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരാം. അല്ലാതെ ഈ പ്ലേറ്റ് പോസിറ്റീവ് നെഗറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുവോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പുതുതായിട്ടാണ് നെഗറ്റീവ് ചാർജ് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവൻ ഡിസ്ചാർജ് ആകുമോ? ഇവൻ ഡിസ്ചാർജ് ആകുകയില്ല. ആകുമോ മക്കളെ? ഇവിടെ ഡിസ്ചാർജ് നടക്കുമോ? ഇല്ല, ഇവിടെ ഡിസ്ചാർജിങ് നടക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ കറണ്ട് കടന്നു പോകുമോ? ഇതിലൂടെ കറണ്ട് കടന്ന് പോകുകയില്ല. മനസ്സിലായോ? സോ കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എ സിക്ക് മാത്രമേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. എങ്കിൽ മാത്രമേ കറണ്ട് കടന്ന് പോവുകയുള്ളൂ. ഇത് മറ്റൊരു രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതേ കാര്യം നമുക്ക് മറ്റൊരു രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്ക്, നമുക്കറിയാം കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ 1/c ഒമേഗയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/c × 2πf ആണ്. ഫോർ ഡി സി ഡിസിയുടെ കേസിലാണെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 0. ഫ്രീക്വൻസി വല്ലതും ഉണ്ടോ? ഡി സി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഡി സി എന്ന് പറയുന്നത്. ഒരിക്കലും എന്തില്ല, ഫ്രീക്വൻസി ഒന്നും ഇല്ല. ഒറ്റ ഫ്രീക്വൻസി വാല്യൂ എത്രയാണ്? 0 ആണ്. ഒറ്റ സിഗ്നലാണ്, ഇങ്ങനെ അങ്ങ് പോകുന്ന സിഗ്നലാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഫ്രീക്വൻസി ഉണ്ടോ? ഇങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം എക്സ് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഇത് 0 ആണെങ്കിൽ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അതായത് കപ്പാസിറ്ററിനാണെങ്കിൽ ഡി സിയിൽ ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അതായത് കറണ്ട് കടന്നു പോകുമോ? ഇല്ല. നോ കറണ്ട് വിൽ ഫ്ലോ. നോ കറണ്ട് വിൽ ഫ്ലോ. സോ കപ്പാസിറ്റർ വിൽ ബ്ലോക്ക് ഡി സി. കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡി സിയെ ബ്ലോക്ക് ചെയ്യും. കടത്തി വിടുമോ? ഇല്ല. കറണ്ട് കടന്നു പോകുമോ ഇതിലൂടെ? ഇല്ല. കാരണം എന്താണ്? രണ്ട് രീതിയിൽ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ഡി സിയിലാണെങ്കിൽ കണ്ടിന്യൂസ് ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുകയില്ല, അതിന്റെ ഫലമായിട്ടാണെങ്കിൽ ഇവിടെ കറണ്ട് വിടുകയില്ല. അല്ലാത്ത രീതിയിൽ പറയാം, കപ്പാസിറ്റർ ആണെങ്കിൽ ഡി സിയിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. ഫ്രീക്വൻസിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. അതിന്റെ ഫലമായിട്ട് ഒരു കറണ്ട് ഇതിലൂടെ ഒഴുകിപ്പോവുകയില്ല. മനസ്സിലായോ? രണ്ട് രീതിയിൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. ശരി. സോ നമ്മൾ പറഞ്ഞു ഇവിടെയാണെങ്കിൽ നമുക്കിനി ഫേസ് ഡയഗ്രത്തെ പറ്റി നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച മക്കളെ, ഫേസ് ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയിരിക്കണം. നമുക്കറിയാം വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്? V which is equal to V0 sin omega t ആണ്. കറണ്ട് ഇക്വേഷൻ എന്താണ്? I which is equal to I0 sin omega t plus pi/2 ആണ്. സോ കറണ്ട് എത്ര ഡിഗ്രി കൂടുതലാണ്? pi/2 കൂടുതലാണ്. ഇപ്പൊ എങ്ങനെ വരയ്ക്കും മക്കളെ? ഇതെങ്ങനെ വരയ്ക്കൂടാ? കറണ്ട് കൂടുതലാണ്. കറണ്ട് കണ്ടോ? ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കറണ്ടിന്റെ ആംഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇങ്ങോട്ടുള്ള ആംഗിളാണ് കറണ്ടിന്റെ ആംഗിൾ. എത്രയാണത്? ഒമേഗ ടി. അതിൻ്റെ കൂടെ എത്ര കൂടണം? pi/2 കൂടുതലാണ്. ഒമേഗ ടി പ്ലസ് pi/2 ആണ്. ഇനിയാണെങ്കിൽ നമുക്ക് വോൾട്ടേജിനെ വരച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇതാണ്. വോൾട്ടേജ് ഉണ്ടോ? കറണ്ടിന്റെ വാല്യൂ ചെറുതാണ്, വോൾട്ടേജിന്റെ വാല്യൂ വലുതാണ്. പക്ഷെ കറണ്ടാണ് മുന്നേ പോണത് കേട്ടോ. ഒമേഗ ടി പ്ലസ് pi/2 ആണ്. പക്ഷെ ആണെങ്കിൽ ഇവന്റെ എത്രയാണ്? വോൾട്ടേജിന്റെ എത്രയാണ്? വോൾട്ടേജിന് ഒമേഗ ടി ഉള്ളൂ.
സോ ഇവനേക്കാളും എത്ര കൂടുതലാണ്? π/2 കൂടുതലാണ്. മക്കളെ ഫേസർ ഡയഗ്രാം മനസ്സിലായോടാ? ഇതാണ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം ഇത് എങ്ങനെയും വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചൂടെ? കറണ്ട് ഇതാണ്, വോൾട്ടേജ് ഇതാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഏത് രീതി ഇങ്ങനെ ഇരിക്കുകയാണ്. കറണ്ട് ഇത്, വോൾട്ടേജ് ഇത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ കഴിയും. കണ്ടോ? കറണ്ട് മുന്നേ വരയ്ക്കണം, വോൾട്ടേജ് പിന്നിൽ. ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 90. സോ ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ്, ഇവയ്ക്കുള്ള ഫേസിന്റെ ഡിഫറൻസ് എത്രയാണ്? നിങ്ങൾ പറയും ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് എത്രയാണത്? ഫൈന്റെ വാല്യൂ എത്രയാണ്? അത് π/2 ആണ്. ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ട്. കറണ്ട് ലീഡ് ബൈ വോൾട്ടേജ്. വോൾട്ടേജിനേക്കാളും കറണ്ട് ലീഡ് ചെയ്യുന്നുണ്ട് ഇൻ π/2 ഫേസ്. π/2 ഫേസിൽ എന്ത് ചെയ്യും? ആ കറണ്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അല്ലെ ഇങ്ങനെയും പറയാം, വോൾട്ടേജ് ലാഗ്. അങ്ങനെയും പറഞ്ഞൂടെ? വോൾട്ടേജ് ലാഗ് ബൈ കറണ്ട് ഇൻ π/2 ഫേസ്. അങ്ങനെയും പറയാം, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും. ഓക്കെ ആണോ? സോ ഇവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് എന്ത് ചെയ്യും? ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവയ്ക്കിടയിൽ ആംഗിൾ എത്രയാണ്? π/2 ആണ്. ഓക്കെ മക്കളെ? സോ ഇനി ഗ്രാഫിലേക്ക് പോകാം, ഗ്രാഫ് വരയ്ക്കാം. സോ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് അറിയാം, ഞാൻ ഓൾറെഡി ഒരു ട്രിക്ക് പറഞ്ഞു തന്നെയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ ട്രിക്ക് എന്തായിരുന്നു? മുന്നേ പോകുന്നവന്റെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, മുന്നേ പോയവന്റെ കോസ് വരയ്ക്കണം. മുന്നേ വന്നവന്റെ, ലീഡ് ചെയ്തത് ആരാണോ ലീഡ് ചെയ്തവന്റെ കോസ് ഗ്രാഫ് വരയ്ക്കണം. ലാഗ് ചെയ്തവന്റെ സൈൻ ഗ്രാഫ് വരയ്ക്കണം. ഇതാണ് പഠിച്ചത്. സോ ഗ്രാഫ് വരയ്ക്കാം. ആരാണ് ലീഡ് ചെയ്തത്? നിങ്ങൾ പറയും സർ കറണ്ടാണ് ലീഡ് ചെയ്തത്. സോ ലീഡ് ചെയ്തവന്റെ എന്ത് ഗ്രാഫാണ് വരയ്ക്കേണ്ടത്? നിങ്ങൾ പറയും സാർ കോസ് ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. സോ കോസ് ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ലീഡ് ചെയ്തവന്റെ കോസ് ഗ്രാഫ് വരച്ചു. അതെന്താണ്? കോസ് ഗ്രാഫാണ്. ആരാ ലീഡ് ചെയ്തത്? കറണ്ട്. സോ കറണ്ടിന്റെ കോസ് ഗ്രാഫ് വരച്ചു. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? മെയിൻ പോയിന്റ്സിനെ, കീ പോയിന്റുകളെ മാർക്ക് ചെയ്യണം. സോ കീ പോയിന്റുകളെ, മെയിൻ പോയിന്റ് മാർക്ക് ചെയ്യാണ്. മെയിൻ പോയിന്റ് 1, മെയിൻ പോയിന്റ് 2 എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ആകുന്ന പോയിന്റ്, മിനിമം ആകുന്ന പോയിന്റ്, നെഗറ്റീവ് മാക്സിമം ആവുന്ന പോയിന്റ്, 0 ആവുന്ന പോയിന്റ്, മാക്സിമം ആവുന്ന പോയിന്റ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്? മാർക്ക് ചെയ്യുക. അടുത്ത ആരാണ് വരയ്ക്കേണ്ടത്? ലാഗ് ചെയ്തത് ആരാണ്? വോൾട്ടേജ് ആണ്. അവന്റെ എന്ത് ഗ്രാഫ് വരയ്ക്കണം? സൈൻ ഗ്രാഫ് വരയ്ക്കണം. സോ വോൾട്ടേജ് വലുതായിട്ട് വരയ്ക്കണം. വോൾട്ടേജ് വലുതായിട്ട് വരയ്ക്കുകയാണ്, സൈൻ ഗ്രാഫ്. കണ്ടോ? സോ സിമ്പിൾ. വോൾട്ടേജിന്റെ സൈൻ ഗ്രാഫ് വരച്ചു. എളുപ്പമല്ലേ മക്കളെ? ആകെ എത്രയാടാ? 0. ടൈം പീരീഡ് T ആണ്. അതിന്റെ പകുതി T/2 ആണ്. അതിന്റെ പകുതി T/4 ആണ്. കാല്, അര, മുക്കാല് 3T/4, പിന്നെ T. സിമ്പിൾ അല്ലേ മക്കളെ? ഗ്രാഫ് സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രാഫും വരയ്ക്കാം. ക്വാളിറ്റി ഫാക്ടർ. സോ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മെഷർ ചെയ്യുന്ന എന്താണ്? ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് ആണ്. ആ റെസൊണൻസ് കർവ്, നമ്മൾ പറഞ്ഞ ഈ റെസൊണൻസ് കർവ് എന്തുമാത്രം ഷാർപ്പാണ്, കറണ്ട് എന്തുമാത്രം കൂടുന്നുണ്ട്. കറണ്ട് കൂടുന്നതനുസരിച്ച് റെസൊണൻസ് കർവ് എന്ത് ചെയ്യും? ഷാർപ്പ് ആയിക്കൊണ്ടേയിരിക്കും. സർക്യൂട്ട് കൂടുതൽ സെലക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. സോ എത്രമാത്രം ഷാർപ്പാണെന്ന് മെഷർ ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്ന് പറയുന്നത്. ഷാർപ്നെസ് ഓഫ് റെസൊണൻസിനെ മെഷർ ചെയ്യുന്ന ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അങ്ങനെ എഴുതാം. വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഇൻഡക്ടർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ റെസിസ്റ്റർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റി ഫാക്ടർ. അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ കപ്പാസിറ്റർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ റെസിസ്റ്റർ. പറഞ്ഞ മക്കളെ, വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഇൻഡക്ടർ പറഞ്ഞേടാ I × XL ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? I × R. വെട്ടി പോത്തില്ലേ? നമുക്ക് എന്ത് കിട്ടും? XL എന്ന് പറഞ്ഞാൽ L⍵ ഡിവൈഡ് ബൈ R എന്ന് കിട്ടും. സോ ക്വാളിറ്റി ഫാക്ടർ ഇക്വേഷൻ എന്താണ്? ക്വാളിറ്റി ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു L⍵ ഡിവൈഡ് ബൈ R.
അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. എങ്ങനെ പറയാം? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ കപ്പാസിറ്റർ. വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ കപ്പാസിറ്റർ എത്രയാണ്? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ കപ്പാസിറ്റർ I × XC ആണ്. ഡിവൈഡ് ബൈ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ റെസിസ്റ്റർ എത്രയാണ്? I × R ആണ്. വെട്ടിക്കളഞ്ഞ് അപ്പൊ നമുക്ക് കിട്ടും ഇത് 1/C⍵ ആണ് ഡിവൈഡ് ബൈ R ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/CR⍵ എന്ന് കിട്ടും. സോ ഇതാണ് ക്വാളിറ്റി ഫാക്ടറിന് 2 ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം ആ റെസൊണൻസ് എന്തുമാത്രം ഷാർപ്പാണെന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയും. സോ നമുക്ക് മനസ്സിലായി ഒരു LCR സർക്യൂട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ട്യൂണിംഗ് സർക്യൂട്ടാണ്, റേഡിയോ സർക്യൂട്ടാണ്. പുറത്തുള്ള സിഗ്നൽ വലിച്ചെടുക്കാനാണ് LCR സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. അത് എന്തുമാത്രം എഫക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ക്വാളിറ്റി ഫാക്ടർ ഇംപ്രൂവ് ആവുന്നതനുസരിച്ച് സർക്യൂട്ടിലെ കറണ്ടിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ക്വാളിറ്റി ഫാക്ടർ കൂടുന്നതനുസരിച്ച് സർക്യൂട്ടിലെ കറണ്ടിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ റെസൊണൻസ് കർവ് എന്ത് ചെയ്യും? കൂടുതൽ ഷാർപ്പായിക്കൊണ്ടിരിക്കും. അത് ബാൻഡിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ AC-യുടെ പവറിനെ പറ്റി, ആവറേജ് പവറിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കറിയാം ഒരു AC എടുത്തു കഴിഞ്ഞാൽ അതിൽ വോൾട്ടേജിന്റെ വാല്യൂ എത്രയാണ്? V which is equal to V0 sin ω_t ആണ്. ഒരു LCR സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? sin ω_t ആണ് കിട്ടുന്നത് അല്ലേ? കറണ്ടിന്റെ വാല്യൂ എത്രയാണ്? കറണ്ട് I which is equal to LCR സർക്യൂട്ടിനാണ്. LCR സർക്യൂട്ടിൽ ഇതാണ് I0 sin ω_t + φ ആണ്. അറിയാമല്ലോ, നമ്മൾ രണ്ടും പഠിച്ചതാണ്. നിങ്ങളാണെങ്കിൽ LCR സർക്യൂട്ടിൽ നമ്മൾ ഇത് രണ്ടിനെ പറ്റി വളരെ വിശദമായിട്ട് കേട്ടതാണ്. വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്? കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? ഓക്കെ, ശരി. ഇനിയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഈ വോൾട്ടേജ് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആണ് അല്ലേ? ഓരോ നിമിഷവും വോൾട്ടേജിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കറണ്ടിന്റെ വാല്യൂ ഓരോ നിമിഷവും എന്ത് ചെയ്യാണ്? ടൈം മാറുന്നതനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരം വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഇതൊക്കെ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ആണ്. ഓരോ നിമിഷവും ചേഞ്ച് ചെയ്യുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ പവർ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം പവർ വിച്ച് ഈസ് ഈക്വൽ ടു VI ആണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ പവർ കണ്ടുപിടിച്ചാൽ Vക്ക് പകരം V0 sin ω_t എന്നും അതുപോലെ കറണ്ടിന് പകരം I0 sin ω_t എന്നും ω_t അല്ല ω_t + φ എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ നിമിഷത്തെയും പവറിന്റെ വാല്യൂ കിട്ടും. ഇത്തരം പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. എന്ത് വിളിക്കും? ഇൻസ്റ്റന്റേനിയസ് പവർ. അതായത് സമയം മാറുന്നതനുസരിച്ച്, ഈ ടൈം മാറുന്നതനുസരിച്ച് ആരുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും? പവറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സോ പവർ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ വോൾട്ടേജ്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. സോ ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് പവർ പറയാൻ കഴിയുമോ? ഫോർ എക്സാമ്പിൾ ഒരു ഫാൻ വാങ്ങിക്കാൻ പോവുകയാണ്. ആ ഫാൻ ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം പറയുകയാണ് ഓരോ നിമിഷവും ഫാനിന്റെ പവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ വേണ്ടുന്നത്? ഒരു പർട്ടിക്കുലർ പവർ പറയണമോ? ഒരു പർട്ടിക്കുലർ പവർ പറയണം, ശരിയല്ലേ? ഏത് എക്യുപ്മെന്റിനും അത് ചെലവാക്കുന്ന ഒരു പർട്ടിക്കുലർ പവർ പറയേണ്ടതുണ്ട്. AC-യിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ AC കൊടുക്കുന്ന പവറിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? സമയം മാറുന്നതനുസരിച്ച് പവറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സമയം മാറുന്നതനുസരിച്ച് പവറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഇൻസ്റ്റന്റേനിയസ് പവർ പറയുന്നത് അത്ര നല്ല കാര്യമല്ല. ഈ കാര്യം മനസ്സിലായോ? ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ മീനിങ് എന്താണ്? ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന പവറിനെ, ഓരോ ഇൻസ്റ്റന്റിലെയും പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് പവർ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഇൻ ആൻ LCR സർക്യൂട്ട് അല്ലെങ്കിൽ AC സർക്യൂട്ട്. നമ്മൾ AC സർക്യൂട്ടിനെ ജനറലായിട്ട് LCR സർക്യൂട്ടായിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം എന്തൊക്കെ ഉണ്ട്? ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, സോ മെയിൻ കോമ്പൗണ്ട്സ് എല്ലാം ഉണ്ടായത് കൊണ്ട് നമ്മൾ പറയും ജനറൽ ഒരു AC സർക്യൂട്ടിൽ ആ പവറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജും അതുപോലെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ വാല്യൂ കിട്ടും. പക്ഷെ നല്ലതാണോ? ഇത് നല്ലതല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ആവറേജ് പവർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കാം. ആവറേജ് പവർ. സോ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവർ വിച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻസ്റ്റന്റേനിയസ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആദ്യമേ ഇൻസ്റ്റന്റേനിയസ് പവർ കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു V0 sin ω_t ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് I0 sin
ഒമേഗ ടി പ്ലസ് 5. ഓക്കെ മക്കളെ, ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. നമുക്ക് ഇവിടെ നിന്നും ആരെ കോമൺ എടുക്കാം, അല്ലെങ്കിൽ ആരെ ഒരുമിച്ച് എഴുതാം? ഈ സൈൻ ഒന്നും ഇല്ലാത്ത ആൾ, സൈനും കോസും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഒരുമിച്ച് എഴുതി V0 I0. പിന്നെ ആരെ ചേർത്ത് എഴുതാം? സൈൻ ഒമേഗ ടി ഇനി എന്തുണ്ട്? ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇത്ര മനസ്സിലായോ മക്കളെ? ഒന്നുമില്ല, സിമ്പിൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും ഡെറിവേഷനുകളെ പേടിപ്പിച്ചായിരുന്നോ? ഇല്ല, എല്ലാം സിമ്പിൾ ചെറിയ ചെറിയ ഡെറിവേഷൻസ് ആണ്. നോക്കൂ മക്കളെ, ഇത് സൈൻ എ ആണ് ഇൻറ്റു ഇത് സൈൻ ബി ആണ്. സോ സൈൻ എ സൈൻ ബി എന്താണ്? അപ്പോൾ നിങ്ങൾ പറയണം സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ ഹാഫ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. സോ എന്താണ്? ഹാഫ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. ശരി, അപ്പോൾ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാമല്ലോ. മോഡിഫൈ ചെയ്യാം. നോക്കണം എങ്ങനെ മോഡിഫൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു V0 I0 നമ്മൾ അതുപോലെ എഴുതി. ഇനി സൈൻ എ സൈൻ ബിക്ക് പകരം ഞാൻ പറയണം, എന്ത് പറയണം? ഹാഫ് എന്ന് പറയണം. ഇനി ആര് പറയണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. പിന്നെ ആരുണ്ട്? കോസ് ഉണ്ട്. അടുത്തതാണ് എ മൈനസ് ബി. ഇത് എ, ഇത് മൈനസ് ബി. ഇതിൽ നിന്നും ആരെ കുറയ്ക്കണം? ഇത് കുറയ്ക്കണം. സോ ഇതിൽ നിന്നും ഇത് കുറയ്ക്കണം എന്നാൽ ഒമേഗ ടി മൈനസ് ഓഫ് ഈ സാധനം. ശരിയാണോ? ഒമേഗ ടി ക്യാൻസൽ ആകും. അപ്പോൾ അത് കിട്ടും ആ -5 കിട്ടും. കോസ് മൈനസ് തീറ്റ എത്രയാണ്? കോസ് തീറ്റ തന്നെയാണ്. കോസ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ തന്നെയാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. 5 എന്ന് എന്താണത്? കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് കോസ് ഇനി എ പ്ലസ് ബി. ഇത് എ പ്ലസ് ബി, ഇത് ആഡ് ചെയ്ത് നോക്കി. ഈ ഒമേഗ ടീം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഒമേഗ ടി എന്ന് കിട്ടും. പ്ലസ് എന്തുണ്ട്? 5. ഓക്കെ ആണോ മക്കളെ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം കോസ് തീറ്റ കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞ എന്താണ്? കോസ് തീറ്റ തന്നെയാണ്. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു V0 I0. നമുക്ക് വേണമെങ്കിൽ ഈ 2നെ എന്ത് ചെയ്യാം? √2 × √2 എന്ന് പറഞ്ഞുകൂടെ മക്കളെ? പറയാം. എന്താണ്? ഈ 2നെ √2 × √2 എന്ന് പറഞ്ഞു. ഇനി 2ന്റെ പറഞ്ഞ ആവശ്യമില്ലല്ലോ? ഇല്ല. ഇനി ആരുണ്ട് ഇവിടെ? കോസ് ഉണ്ട്. പിന്നെ ആരാണുള്ളത്? ഈ -5 എന്നിട്ട് മാറും മക്കളെ, 5 ആയിട്ട് മാറും. മൈനസ് പിന്നെ ആരുണ്ട്? കോസ് 2 ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, ശരി. ഇനി നോക്കടാ, ഇതെല്ലാം എന്താണ്? ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്, ഇല്ലയോ? P ഇൻസ്റ്റന്റ് ആണ്. സോ P ഇൻസ്റ്റന്റ്, ഇതെല്ലാം ഇൻസ്റ്റന്റേനിയസ് പവർ കണ്ടുപിടിച്ചേക്കുന്നത്. ഓരോ നിമിഷത്തെയും പവർ ഒന്നും മാറ്റിയിട്ടില്ല നമ്മൾ. സോ എന്താണത്? V0 ഡിവൈഡ് ബൈ √2 എന്താണ്? ഇത്രയും ഭാഗം എന്താണ്? അത് VRMS ആണ്. VRMS ആണ്. ഈ I0 ബൈ √2 എന്താണ്? ഇതെന്താണ്? അത് IRMS ആണ്. ഇനി ആരുണ്ട്? കോസ് 5 ഉണ്ട്. മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5 ഉണ്ട്. ശരിയല്ലേ മക്കളെ? ഓക്കെ, ഇനി ഞാൻ ആവറേജ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആവറേജ് എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം, എനിക്ക് ആവറേജ് വാല്യൂ വേണം. ഇനിയാണ് ഞാൻ ആവറേജ് എടുക്കാൻ പോകുന്നത്. സോ P ആവറേജ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഇതിൻ്റെ ആവറേജ് എത്രയാണ്? VRMS എന്താണ്? അത് ആവറേജ് തന്നെയാണ്. അതിനൊരു ആവറേജ് ഒന്നുമില്ല. ഇതെന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ്, IRMS. ഇനി ആരുണ്ട്? കോസ് ഉണ്ട്. കോസ് 5. അതിന് ആവറേജ് എത്രയാണ്? കോസ് 5 എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ടി വല്ലതും ഉണ്ടോ? ഇല്ല, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടി ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ ടി ഉണ്ടെങ്കിൽ എന്താണ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ കോൺസ്റ്റന്റ് ആവറേജ് എത്രയാണ്? 5ന്റെ ആവറേജ് എത്രയാണ്? 5 തന്നെയാണ്. സോ എന്താണ്? അതുപോലെ എഴുതി. ഇനി എന്താണ്? കോസ് ഒരു വേരിയബിൾ ആണ്. ഇതിന്റെ ആവറേജ് എത്രയാണ് മക്കളെ? കോസ് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാ? കോസിന്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുന്നത്. സോ എത്ര പോസിറ്റീവ് ഉണ്ടോ അത്ര എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്.
സോ കോസിന്റെ ആവറേജ് എത്രയായിരിക്കും? ആവറേജ് വാല്യൂ ഓഫ് കോസ് എത്രയാണ്? ഇൻ എ സൈക്കിൾ എത്രയാണ്? 0 ആണ്. സോ കോസിന്റെ ആവറേജ് വാല്യൂ എന്തായിട്ട് മാറും മക്കളെ? മൈനസ്. ആവറേജ് വാല്യൂ എത്രയാണ് ഇവിടെ? 0 ആയിരിക്കും. കാര്യം എന്താണ്? ആവറേജ് വാല്യൂ ഓഫ് എ കോസ് ഫംഗ്ഷൻ എത്രയാണ്? ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലായി എ സിയിലെ പവറിന്റെ ആവറേജ് വാല്യൂ എത്രയാണ്? പി ആവറേജ് പവർ വിച്ച് ഈസ് ഈക്വൽ ടു VRMS into IRMS into cos phi. ഈ കോസ് ഫൈ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. ഇത് വിളിക്കും പവർ ഫാക്ടർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ കോസ് ഫൈയുടെ വാല്യൂ എന്താണ്? ഞാൻ പറയും മക്കളെ കോസ് ഫൈ കണ്ടുപിടിക്കണോ? സോ നമുക്കറിയാം പി ആവറേജ് പവർ വിച്ച് ഈസ് ഈക്വൽ ഇക്വേഷൻ എന്താടാ? മറന്നുപോരുത്. VRMS into IRMS into cos phi. കോസ് ഫൈ എന്താണ്? പവർ ഫാക്ടർ ആണ്. അതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. എന്തോ ഫൈ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. ശരിയാണോ? നോക്ക്, വോൾട്ടേജ് ട്രയാങ്കിൾ വരച്ച് നോക്കടാ. വോൾട്ടേജ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും VC മൈനസ് VL. ഓർക്കുന്നുണ്ടോ വോൾട്ടേജ് ട്രയാങ്കിൾ? VR ഇത് I ആണ്. നമ്മൾ പഠിച്ചതാണ്, വളരെ വിശദമായിട്ട് പഠിച്ചതാണ് വോൾട്ടേജ് ട്രയാങ്കിൾ ഒക്കെ അല്ലേ? എഴുതി പഠിച്ചതാണ്. സോ ഇതാണ് ഫൈ എന്ന് പറയുന്നത്. സോ ഇവിടെ കോസ് ഫൈ പറഞ്ഞു തന്നെ. കോസ് ഫൈ പവർ ഫാക്ടർ ഇതാണ് പവർ ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് എത്രയാണ്? VR ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? V. അതാണിത് V. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇംപെഡൻസ് ട്രയാങ്കിൾ എന്നും പറയാം. ഇംപെഡൻസ് ട്രയാങ്കിൾ ഓർമ്മയുണ്ടോ? ഇംപെഡൻസ് ട്രയാങ്കിൾ നിങ്ങൾ പറയും സാർ ഇത് XC മൈനസ് XL ആണ്, ഇതെന്ന് പറഞ്ഞാൽ Z ആണ്, ഇതാണ് ഫൈ എന്ന് പറയണത്. സോ കോസ് ഫൈ പവർ ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എങ്ങനെ പറയാം? അഡ്ജസന്റ് സൈഡ് R ഡിവൈഡ് ബൈ Z ആണ്. ഓക്കെ ആണോ? സോ കോസ് ഫൈൻ്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും, പവർ ഫാക്ടർ. സോ ഒരു LCR സർക്യൂട്ടിൽ ആര് കുറയുന്നതനുസരിച്ച്? ഇംപിഡൻസ് കുറയുന്നതനുസരിച്ച് ആര് കൂടും? നമ്മളുടെ കോസ് ഫൈൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും.